ഹലോ ഗായ്സ്, കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം മടി പിടിച്ചു. മടിയെന്ന് വെച്ചാൽ ഭയങ്കര മടിയായി. പിന്നെ ഏട്ടനാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്, നീ എന്താ വീഡിയോസ് ഇടാത്തെ, വീഡിയോസ് ഇട്, കുഴപ്പമില്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് ഇടൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മോട്ടിവേറ്റ് ചെയ്തപ്പോൾ ഞാനൊന്ന് ഉഷാറായി. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ ലൈഫിൽ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എന്നെക്കൊണ്ട് ഇത് പറ്റില്ലല്ലോ എന്ന് പറയും. ഇപ്പോൾ ഒരാൾ നമ്മളെ പുറകിൽ നിന്നിട്ട് പറ്റും, ചെയ്തു നോക്ക് എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ നമ്മളത് എന്ത് കാര്യമാണെങ്കിലും നമ്മളൊന്ന് ചെയ്തു നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് കട്ടനും റസ്ക്കും ഒക്കെ കഴിച്ചു. പിന്നെ അടുക്കളയിൽ നമ്മൾ വഴുതനങ്ങ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ മുറിച്ച് പൊടിയൊക്കെ തിരുമ്മി, നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളി കൂടി ഇടുണ്ടാവും. അപ്പോൾ അതൊക്കെ സെറ്റാക്കി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ നെഹു എണിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് എന്തൊക്കെയോ നോക്കി നിൽക്കുന്ന ആൾ. പിന്നെ ഞാൻ അവന് പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്തിട്ട് പാല് കുടിപ്പിക്കാൻ കേട്ടോ. പാല് കുടിക്കാൻ എപ്പോഴും അവന് മടിയാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കുടിപ്പിക്കുന്നത്. ഓരോ ഡയപ്പുകളും ഓരോ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവനെ കൊണ്ട് കുടിപ്പിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൻ പെട്ടെന്ന് കുടിച്ച് തീർക്കാറുണ്ട്. അപ്പോൾ അവൻ ജിമ്മാവും പാല് കുടിച്ചാന്നൊക്കെ പറയുമ്പോൾ അവൻ കുടിച്ച് കഴിഞ്ഞ ശേഷം ചോദിക്കാറുണ്ട്, അപ്പോൾ ഞാൻ ജിമ്മായോ ചോദിക്കാറുണ്ട്. പക്ഷേ പിന്നെ എന്നും രാവിലെ ചെയ്യാറുള്ള പോലെ തന്നെ തൊടിയിൽ നിന്ന് മണ്ണ് വാരിയിട്ട് നമ്മുടെ സ്ഥലത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യുകയാണ്. ഒരു എക്സസൈസ് എന്ന രീതിയിലാണ് അച്ഛൻ എപ്പോഴും ചെയ്യാറ്. സുധേട്ടനെ അടിച്ചിട്ട് സുധേട്ടനെ നോക്കുമ്പോൾ സുധേട്ടൻ കുരുമുളക് വലിക്കാൻ പോയിരിക്കുന്നു തൊടിയിൽ. നമുക്ക് എല്ലാ വർഷവും തൊടിയിൽ നിന്ന് കുരുമുളക് കിട്ടാറുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് പുറത്തേക്കൊന്നും കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ ആവശ്യത്തിലും കുറച്ചധികം കൂടുതൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് വലിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളും തൊടിയിലേക്ക് പോയി. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുട്ടിക്ക് അടുത്ത വീട്ടിലെ കൊയ്യൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നായി. പിന്നെ അച്ഛനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ വലിച്ചു കൊടുത്തു. രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.